ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലാവണസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ട് രാവിലെ. എന്തായാലും നമുക്ക് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് മിറ്റ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മിറ്റത്ത് വലിയ രീതിയിൽ ചപ്പില്ല, അതായത് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അടിച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിടാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം മണ്ണുണ്ട് നമ്മുടെ മിറ്റത്തൊക്കെ. പക്ഷേ വൈകുന്നേരം അടിക്കാൻ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം അടിക്കാം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം മഞ്ഞൊക്കെ വീണിട്ട് നല്ല തണുത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ പൊടിയൊന്നും അങ്ങനെ പറക്കില്ല. നന്നായിട്ടൊന്ന് അടിക്കട്ടെ ആദ്യം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വഴി കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മിറ്റടിക്കലോ അതിൻ്റെ സൈഡൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാ നമുക്ക് രാവിലെ ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് സാമ്പാറാണ്. അപ്പോൾ നമുക്ക് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ പറിച്ചിട്ടുള്ള ചേമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഫുള്ളൊന്നും വേണ്ട. പിന്നെ ക്യാരറ്റ് ഉണ്ട്, തക്കാളി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകാനുണ്ട്. നമുക്കിനി അതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഫുള്ള് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേവുള്ള പരിപ്പായതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഫുള്ള് നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേവുള്ള പരിപ്പായതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തല്ലോ. പിന്നെ ഒരു വിസിൽ കയറുമ്പോഴത്തേനും നമ്മുടെ സാമ്പാർ റെഡി ആവുമേ. നമുക്ക് എല്ലാം പാടം ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ നമ്മൾ കുഴച്ച് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് തൈര്, അതേപോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല മയം വരുവേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചപ്പാത്തിക്ക് ഇനി നല്ല മയം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടാം. ഇപ്പോഴും തണുപ്പിന് ഒരു കുറവില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ആൺകുട്ടി ഇപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും അവൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനെ എണീച്ച് വരുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഗൈസ് എല്ലാവരും ചായ ഒക്കെ കുടി കഴിഞ്ഞോ? അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ചപ്പാത്തി ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അപ്പത്തേനും ആവുമല്ലോ. അപ്പോൾ നമുക്കിനി ചായ കുടിക്കാം. ഒരുപാട് വലിയ ബോൾസ് ഒന്നും ആക്കണ്ട. നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ബോൾസാണ് ആക്കുന്നത്. കാരണം നമ്മൾ ഒത്തിരി വലിയ ചപ്പാത്തി അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതാ നമ്മുടെ കുറച്ച് ബോൾസൊക്കെ നമ്മൾ ഉരുട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ബാക്കി കൂടി പെട്ടെന്ന് തന്നെ ഉരുട്ടാം. അപ്പോൾ നമ്മുടെ ആൺകുട്ടി എണീക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബോൾ ഉരുട്ടാൻ ഒരാൾ കൂടി ഉണ്ടാവും കേട്ടോ ഇവിടെ. അതാ നമ്മൾ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണേ. കുറച്ച് നമ്മൾ പരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ നമ്മുടെ മാവ്, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പരത്താൻ കിട്ടുന്നുണ്ട്. നമ്മളപ്പോൾ ചൂടുവെള്ളവും അതേപോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. നല്ല മയമുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിക്കാതെ. അപ്പോൾ നമ്മുടെ നല്ല ചൂട് ചപ്പാത്തി അതേപോലെ നമ്മുടെ ചൂട് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിക്കാം. അപ്പോൾ നമുക്ക് കൂടെ കട്ടൻ ചായ ഉണ്ട്. നമ്മൾ ചേമ്പൊക്കെ ഇട്ടായിരുന്നല്ലോ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കിയ ഒരു ടൈമിൽ. അപ്പോൾ ചേമ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാറിന്.
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി എണീച്ചിട്ടുണ്ട്. അപ്പോൾ ആവണിക്കുട്ടിക്ക് രാവിലെ കഴിക്കാൻ കൊടുത്തപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുവഴി ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ നടത്തം ആൾക്കൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ എന്നാലും ആൾ നടക്കട്ടെ. അപ്പാപ്പു വേണം സ്വത്തെ. അപ്പാപ്പു ആ മിടുക്കി മിടുക്കി കുട്ടിയാണല്ലോ. അപ്പൊ എന്നാലും നമുക്ക് ഇനി കഴിക്കാമല്ലോ. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കാലാവസ്ഥയിൽ രാവിലത്തെ തണുപ്പൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ ഒട്ട് വെയിലൊന്നുണ്ടാവില്ല. ഇപ്പൊ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ആവണിക്കുട്ടിയും കൂടെ ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം നല്ല തണുപ്പൊക്കെ ആയിരുന്നല്ലോ ഇത്രയും നേരം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടീൻ്റെ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് അവള് വീഡിയോ പിടിക്കുന്നുണ്ടേ. ആവണിക്കുട്ടി ഇത് വീഡിയോ എടുക്കാൻ പോവാണോ? ആവണിക്കുട്ടി എന്ത് വീഡിയോ എടുക്കണം സ്വത്തു? ഇവിടെ 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 ആളിതാ നടന്നിരുന്ന് അങ്ങ് പോവുകയാണ് സ്റ്റിക്കൊക്കെ ആയിട്ട്. വീഴല്ലേ കേട്ടോ കല്ലിൽ പോയിട്ട്. അയ്യോ അയ്യോ സാരില്ല പോട്ടെ. വീഡിയോ എടുത്തെടുത്ത ആളിതാ പൂച്ചെടിയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഫുള്ള് ബിസിയാണ് ഗൈസ്. വീഡിയോ എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് അവൾക്ക് പൂച്ചെടിയിൽ നിന്ന് പൂ പറിക്കണം. ആൾ ഫുള്ള് ബിസിയാണ്. ആവണിക്കുട്ടി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതാ തിരിച്ചു വരികയാണേ. എടുത്തോ സുത്തു? ഇവിടെ 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 വീഡിയോ എടുത്തോ ഉമ്മ? അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മത്തിയാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ല കുഞ്ഞ മത്തിയാണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാനാണ്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. വലിയ കുഴപ്പമില്ലാത്ത മീനാണേ. അപ്പോൾ ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് നന്നാക്കി എടുക്കാൻ പാടാണ്. പിന്നെ നന്നാക്കി എടുക്കൽ കുറച്ച് പണിയാണെങ്കിൽ പോലും നമുക്ക് ഈ മത്തി മീനൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും ആ നന്നാക്കി എടുക്കണ കുറച്ച് റിസ്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം. പിന്നെ നമ്മൾ രാവിലെ സാമ്പാർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കറി വെക്കണ്ട. നമുക്ക് എല്ലാം എന്തായാലും നന്നാക്കിയിട്ട് നമുക്ക് കുറച്ചെടുത്ത് വറക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി മുറ്റത്ത് കൂടെ നടന്ന് കളിക്കുന്നുണ്ടേ. നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ട് നമ്മുടെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മീമി വെട്ടുവോ? മീമി വെട്ടി തരുമോ അമ്മയ്ക്ക്? അപ്പാപ്പു നമുക്ക് വറുത്തിട്ട് കഴിക്കാട്ടോ. മീമി ഇഷ്ടമാണോ ഭാവിക്ക്? മീമി മീമി മീമി. അപ്പൊ അവള് കുറെ നേരം മുറ്റത്ത് കൂടെ ഒക്കെ നടന്ന് കളിക്കുമായിരുന്നു. അപ്പൊ എന്തായാലും കുറച്ചേരം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചേരായി, വലിയ അലമ്പൊന്നും ഇല്ല. അതിൽ കൈയിടാൻ പാടില്ല, ചീച്ചിക്കുട്ടിയായി പോവും. മീമി മീമി ചീച്ചിക്കുട്ടിയാവും കേട്ടോ. അമ്മ വെട്ടിയിട്ട് തരാം. വാ മാറിക്ക് മാറിക്ക് മാറിക്ക്. എന്താ വേണ്ടേ? അയ്യോ അമ്മ മടുത്തോ? സ്വത്ത് മടുത്തോ? അപ്പൊ ആവണിക്കുട്ടിക്ക് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് കുറച്ച് മീനൊക്കെ വാരി കയ്യിലെടുക്കണം. അതിനാണ് ഇപ്പൊ ആളിവിടെ വന്നിരിക്കുന്നത്. എന്താ വേണ്ടേ? അത് മീമിയാണ്. മീമി വറുത്തിട്ട് തരാട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്തുവിട്ട് നമ്മൾ മീൻ വൃത്തിയാക്കാൻ വേണ്ടി. കാരണം കുഞ്ഞ മത്തിയാണല്ലോ. എന്തായാലും മീനൊക്കെ നല്ല വൃത്തിയാക്കി നമ്മൾ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല കല്ലുപ്പിട്ടിട്ടാണ് കഴുകി എടുത്തിട്ടുള്ളത്. അപ്പോൾ കല്ലുപ്പിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉളുമ്പുമണ ഉണ്ടാവില്ല. അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നല്ല ക്ലീൻ ആവാൻ അടിപൊളിയായിട്ട് തന്നെ വരുവേ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് എല്ലാം വേണം. നമുക്ക് കുറച്ച് എടുത്തിട്ടൊന്ന് വറക്കാം. അപ്പോൾ നല്ല വെയിലായി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വറക്കാം അല്ലേ. വീട്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ പൂച്ചെടികളിലായാലും അതുപോലെ നമ്മുടെ പയറും ബീൻസും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ പുഴുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശല്യം മാറാൻ വേണ്ടി നമുക്കൊരു മരുന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു പമ്പ് വെച്ചിട്ടാണ് നമ്മൾ മരുന്നടിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കൃഷിയിടത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു സ്പ്രെയർ മെഷീൻ ആട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് നമുക്ക് അങ്ങനെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് തന്നെ ഇതിലേക്ക് മരുന്നൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മരുന്നടിക്കുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാൽവ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുവഴിയായിട്ട് നമ്മുടെ മരുന്ന് വരിക. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് നല്ല ശക്തിക്കും അതേപോലെ തന്നെ നല്ല സ്പ്രേ ആയിട്ടാണ് വരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ സ്പ്രേ കുറച്ച് കുറഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ നന്നായിട്ട് തന്നെ ചാർജ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഫുൾ ചാർജാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മരുന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ എന്തായാലും ഈ ഒരു മരുന്ന് നമ്മൾ അടിക്കുമ്പോൾ പുഴു നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം വൈകാതെ മരുന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിക്കാം. ഈ ഒരു ഇത് വഴിയാണ് നമ്മൾ മരുന്നൊക്കെ ഒഴിക്കുന്നത്.
അതേപോലെ തന്നെ ഇതിൽ കണ്ടോ ഒരു അരിപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെയാണല്ലോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ചിലപ്പോൾ ഇതുവഴിയൊക്കെ തടഞ്ഞിട്ട് മെഷീൻ കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിലൊരു ഒരു അരിപ്പയുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ മരുന്നൊക്കെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടി നന്നായിട്ട് ഒഴിക്കട്ടെ. അങ്ങനെ നമ്മളിതാ വേണ്ട മരുന്നൊക്കെ ഇതിൽ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് നമുക്ക് പുറത്ത് വേണമെങ്കിൽ തൂക്കാനുള്ള ഒരു സംഭവമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഒരു ബെൽറ്റൊക്കെ അപ്പോൾ നമുക്ക് പുറമൊന്നും അധികം വേദനിക്കാതിരിക്കാൻ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി മരുന്നടിക്കാൻ പോവാം. അപ്പം നമുക്ക് നമ്മുടെ ചെടിയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മരുന്ന് മാത്രം നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടുള്ളേ. അപ്പോൾ നമുക്ക് ഒന്ന് വർക്കിംഗ് എന്ത് സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ, ഒരു റെഡ് സ്വിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഫോഴ്സിലാട്ടപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടിക്കാം. ആദ്യം നമ്മൾ താഴെ പയറും ബീൻസും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനടിച്ചിട്ട് നേരെ ഇങ്ങനെ വെള്ളേക്ക് കയറി വരാം. കുറച്ച് കാട് നമുക്ക് നിന്ന് പറിച്ചെടുക്കാനുണ്ട്. അപ്പം എന്നാലും നമുക്ക് അടുത്തൊരു പരിപാടി ഇതിൻ്റെ ഒരു കാടൊക്കെ നന്നായിട്ട് പറിച്ചെടുക്കലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്ന ആ ഒരു പയറല്ല, അത് നമ്മൾ അതിന് ശേഷം നട്ടൊരു പയറാണ്. അപ്പൊ ഞാനിപ്പോ നമുക്ക് വേണ്ട ഒരു ഫോഴ്സിൽ മാത്രമേ എടുത്തിട്ടുള്ളേ. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇലയൊക്കെ അത്യാവശ്യം അതിന് പുഴുവൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. ചില പയറൊക്കെ ഇതാ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് കായ്ക്കുമല്ലോ. ചോളമൊക്കെ ഒരു 3-4 ഒരുമിച്ചിട്ടാട്ടോ നട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ പിടിച്ചില്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായാലും ചില സ്ഥലത്ത് ആ ഒരു 3-4 നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിലതിൽ 1-2 പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചാരം ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നല്ലൊരു വെയിൽ തന്നെയല്ല. അപ്പൊ നല്ല നനച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ് നനയ്ക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാതെ അത് നമ്മൾ പയറിനും ബീൻസിനൊക്കെ നന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മരുന്നൊക്കെ നമ്മുടെ പൂച്ചിരിയുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെയും കൂടി നന്നായിട്ട് അടിച്ചു കൊടുക്കട്ടെ. തുളസിക്കൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഈ പൂക്കൾ നിറച്ചുണ്ടാവുന്ന ചെടികളുണ്ടാവല്ലോ, അതിലൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങൾ. അപ്പൊ അടിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നും അടിക്കുന്നുണ്ടേ, വേറെ ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോഴ്സ് വരുന്നുണ്ടേ. അപ്പൊ ഇപ്പൊ ഇത് തുടക്കാണല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ കൈയോടെ തന്നെ അതേപോലെ മരുന്നടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ചെടി തന്നെ ഫുള്ള് പുഴു തിന്ന് നമുക്ക് ചെടി ഫുള്ളായിട്ട് തന്നെ പോകും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ തുടക്കത്തിലേ കണ്ടതുകൊണ്ട് നമുക്ക് തുടക്കത്തിലേ അങ്ങ് അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നല്ല പുതിയ മുട്ടൊക്കെ വന്ന് ചെടിയൊക്കെ നല്ല ഉഷാറാവാനൊക്കെ ഈ ഒരു മരുന്നടിച്ചു കൊടുക്കുന്നതിലൂടെ അടിപൊളിയായിട്ട് വരുവേ. നമ്മുടെ പൂച്ചെടിക്കായാലും നമ്മുടെ പച്ചക്കറിക്കും എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മരുന്ന് കലക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ കൂടി ഒന്ന് കുറച്ചുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്ത് എന്തിനാന്ന് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടിക്കാനുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് തെച്ചി, അവിടെ കുറച്ച് നമ്മുടെ പൂച്ചെടിയൊക്കെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് നന്നായിട്ട് നമുക്ക് പോയിട്ട് മരുന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിലും കുറച്ച് പുഴുക്കടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
എന്തായാലും നമ്മൾ എല്ലാത്തിനും അടിച്ചല്ലോ. അപ്പം എന്തായാലും അവിടെ ഇരുന്ന് അടിച്ചാൽ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റർ നമ്മൾ ഒഴിച്ചിട്ടിട്ട് നമുക്ക് നടക്കാനുള്ള ഒരു ഇടവഴി വിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ആവശ്യത്തിലേക്ക് കൂടുതലായിട്ട് വേണ്ടത് തെച്ചിപ്പൂവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ തെച്ചിപ്പൂവാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ തെച്ചിയിലൊക്കെ നേരത്തെ അത്യാവശ്യം നന്നായിട്ട് പുഴുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഒരു മരുന്ന് തന്നെയാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു പുഴുക്കളൊക്കെ മാറി തെച്ചിയൊക്കെ നല്ല ഉഷാറായി വന്നതാണ്. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം, മൊത്തത്തിലൊന്ന് അടിക്കണം. അതേപോലെ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് പൂവിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ തെച്ചി ആയാലും തുളസി ആയാലും അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പൂവൊക്കെ നമ്മൾ ഇവിടെ തന്നെ നട്ടു പിടിപ്പിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നനച്ചൊക്കെ കൊടുക്കുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം വൈകാതെ അടിച്ച് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കാം അല്ലേ. 3 വെറൈറ്റി തെച്ചിയാണ് നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് തെച്ചി തുളസി അമ്പലത്തിൽ മിക്ക ദിവസം നമുക്ക് പൂജയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് തെച്ചിയും തുളസി ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് തെച്ചിയും തുളസിയും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തെച്ചിയൊക്കെ നല്ല ഹൈറ്റിലാണ് പോയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് 3 വെറൈറ്റി തെച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു തെച്ചി നല്ല ഉണ്ട തെച്ചിയാണ്, നല്ല രീതിയിൽ പൂണ്ടാവും കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല ഉണ്ടയായിട്ട് നല്ല ബൊക്ക പോലെയാണ് നിൽക്കുക. സൂര്യൻ്റെ ഒരു വെയിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സൂര്യൻ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പോലെയാണ്. ഒരു പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പൂവായാലും ആ ഒരു മൊട്ട് വരുന്നൊരു മൊട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കടിച്ച് പിന്നെ ഫുള്ളായിട്ട് പുഴുക്കുത്തായിട്ട് ആ ചെടി തന്നെ ഇല്ലാതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് നടിക്കാം. അപ്പോൾ സൂര്യൻ്റെ ഒരു വെയിലിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട്. ഫോഴ്സ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാമല്ലോ. അപ്പം നമുക്ക് നന്നായിട്ടുണ്ടെന്ന് അടിക്കാം. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ നന്നായിട്ട് അടിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മണി പ്ലാന്റ് ഇവിടെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാട്ടോ പോയിരിക്കുന്നതും. ഇത് ഗന്ധരാജ് എന്ന് പറയുന്നൊരു പൂവിന്റെ ചെടിയാണ്. അപ്പൊ നല്ല അടിപൊളി പൂവാണ്, നല്ല മണാണ് ഈ ഒരു പൂവിന്. അതേപോലെ തന്നെ ആ പൂവിന്റെ ഇലകൾക്ക് അയാൾ നല്ല കട്ടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി പൂവാണ്. നമ്മളിനി ബാക്കിയോട് നന്നായിട്ട് അടിക്കട്ടെ. കുറച്ച് അടിക്കാനുണ്ട് ഇവിടെ എന്തായാലും. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം പൂ പറിക്കാൻ വരുമ്പോൾ നല്ല രീതിയിൽ പൂ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവെല്ലാം പുള്ളിട്ടുണ്ടാവും. ഈ കാണുന്നത് നമ്മുടെ വേറൊരു വെറൈറ്റി ഇനം തെച്ചിയാണേ. അപ്പോൾ കളർ സെയിം ആണെങ്കിലും ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നല്ല വ്യത്യാസമുള്ളതാണ്. ഇവിടുത്തെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഓസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓസ് നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് നനയ്ക്കാമല്ലോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി അടിക്കാനുണ്ട്. അപ്പോൾ താഴേക്കാണ്. അപ്പോൾ എന്തായാലും അതും കൂടി നമുക്ക് നന്നായിട്ട് അടിക്കണം. അതുപോലെ നമ്മുടെ അമ്പലം ഇതാണ് കൂട്ടുകാരെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 പ്രതിഷ്ഠയാണുള്ളത്. നമുക്ക് ദേവിയുടെ അതുപോലെ തന്നെ ഗണപതിയുണ്ട്. മെയിൻ പ്രതിഷ്ഠ വിഷ്ണുവാണ്. അപ്പോൾ 3 പേർക്ക് 3 ഇതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് നമുക്കിപ്പോൾ കയറുന്നില്ല കേട്ടോ. എന്തായാലും വരുന്ന വീഡിയോസിൽ ഉള്ളിലേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് വിളക്കൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്കാണ് കുറച്ച് ബാക്കിയുള്ളത് അടിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് അതുകൂടി നന്നായിട്ട് അടിക്കണം. അപ്പോൾ നമ്മുടെ അമ്പലവും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറാത്ത വേറെ നേരം നമ്മളിപ്പോൾ മരുന്ന് അടിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഉള്ളിലേക്ക് കയറാത്ത. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.